ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഐഫോൺ 13 പ്രോ മാക്സിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ 256 GB മെമ്മറി ഉള്ള ഒരു ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ സീറ ബ്ലൂ എന്ന് പറഞ്ഞ ആ ഒരു ബ്ലൂ കളറിലുള്ള ഷെയ്ഡിലുള്ള മൊബൈലാണ് ഈ ഒരു മൊബൈൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കർവ് ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ ആപ്പിൾ ഇന്ന് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് ഒരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. വലതുവശത്തായിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ടച്ച് ചെയ്തിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ എടുക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട്. ഇടതുവശത്തായിട്ട് വോളിയം ബട്ടണും സിം ഇടാനുള്ള ഒരു പ്ലേസും പിന്നെ നമ്മുടെ ആ ഒരു വോളിയം നോട്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും വരുന്നുണ്ട്. മുകളിലായിട്ട് വേറെ ഇതൊന്നും വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ബോഡിയിൽ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. മെയിൻ ക്യാമറ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെയാണ്. അതുപോലെ നമുക്കിതിനകത്ത് PDAF പിക്സൽ ഡ്യുവൽ പിക്സൽ സപ്പോർട്ട് ചെയ്യും. 3 ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോയും പിന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. അങ്ങനെ 3 ക്യാമറയാണ് വരുന്നത്. പിന്നെ ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ റെറ്റിന XDR OLED സ്ക്രീനാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10 ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 1000 നിറ്റ്സിൻ്റെ HBM വരുന്നുണ്ട്. അതുപോലെ 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. 6.7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഏകദേശം ഒരു 87.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോൺ റൺ ചെയ്യുന്ന പുതിയ സോഫ്റ്റ്വെയർ ആണ്. ഇത് ലോഞ്ച് ആയപ്പോൾ iOS 15 ലോഞ്ചായിട്ട് നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു സോഫ്റ്റ്വെയർ. പിന്നീട് അത് iOS 26.4.2 ആയ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. ആപ്പിളിൻ്റെ തന്നെ A15 ബയോണിക് ചിപ്സെറ്റാണ് വരുന്നത്. 5 നാനോമീറ്ററാണ് അതിൻ്റെ ഒരു ചിപ്സെറ്റിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഹെക്സാകോർ പ്രൊസസ്സർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആപ്പിൾ GPUയും വരുന്നുണ്ട്. നിലവിൽ റൺ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേർഷൻ കാണാം 26.4.1 ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 256 GB ആണ് നമുക്കിതിനെ കപ്പാസിറ്റി വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ 256 GB-ൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു ഡിസൈനാണെങ്കിലും വളരെ നമുക്ക് കയ്യിൽ പ്രോ മാക്സ് മോഡലാണെങ്കിൽ പോലും കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. 120 ഹെർട്സിൻ്റെ ആ ഒരു റിഫ്രഷ് റേറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ആ ഒരു ക്യാമറ പോർഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെയാണ്. അതുപോലെ ടെലിഫോട്ടോ 12 മെഗാ പിക്സലാണ്. അൾട്രാ വൈഡും 12 മെഗാ പിക്സലാണ് വരുന്നത്. 3 ക്യാമറ. റിയർ ക്യാമറ വെച്ചിട്ട് നമുക്ക് 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് 4K 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സെൽഫി ക്യാമറ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് 2026 ഈ ഒരു ഫോണിന് നല്ലൊരു വാല്യൂ ഉണ്ട്. കാരണം പുതിയ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം Type-C ആ ഒരു ചാർജിങ് പോർട്ടിൻ്റെ ഒരു പ്രശ്നം മാത്രം നമുക്ക് അത് വരുന്നില്ല. നമ്മൾ ലൈറ്റ്നിങ് പോർട്ട് തന്നെ യൂസ് ചെയ്യണം. കാരണം iPhone 15 മുതലാണ് ആപ്പിൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, Type-Cയിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 2026 വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും പുതിയ ഫോൺ നമുക്ക് ലഭിക്കില്ല. യൂസ്ഡ് ഫോൺ തന്നെ നോക്കുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണിത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രോ മാക്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്. നല്ല രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. വേറെ യാതൊരു ഇഷ്യൂസും വരുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.